നമ്മൾ ഒരാളുടെ സംസാരിക്കുമ്പോൾ ഈ ഒരു സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ ഒരുപാട് കൺഫ്യൂഷനുകൾ ഒഴിവാക്കാം. അതായത് നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവർ കേൾക്കുന്നത് നമ്മൾ പറയുന്നതല്ല, അവർ കേൾക്കുന്നത് അവർ ആഗ്രഹിക്കുന്നതാണ്, അവരുടെ മനസ്സിലുള്ളതാണ്. ഇത് മനസ്സിലാക്കി തരാൻ ഞാൻ ഈടെ ഒരു വീഡിയോ കണ്ടു. ആദ്യമില്ലേ മെൻ്റലിസ്റ്റ്, പുള്ളി ഒരു ശബ്ദം അങ്ങനെ കേൾപ്പിച്ചിട്ട് ചില വാക്കുകൾ ഇങ്ങനെ വായിക്കാൻ പറഞ്ഞു. താഴെ കാണുന്നതാണ് ആ വാക്കുകൾ. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. അതായത് ഒരേ ശബ്ദം നിങ്ങൾ ഈ 4 വേർഡ്സും വായിക്കുമ്പോൾ പ്ലേ ചെയ്യും. ഓക്കെ, പക്ഷേ നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഈ വായിക്കുന്നതേ ഞാൻ കേൾക്കൂ എന്ന മനസ്സോട് കൂടിയിട്ട് ഒന്ന് കേൾക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡ്സ് സെലക്ട് ചെയ്തോ, 4 ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തോ. എന്നിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തതൊന്ന് വായിക്ക്. എന്നിട്ട് ഇതാണ് ഞാൻ കേൾക്കാൻ പോകുന്നത് എന്നുള്ള മട്ടിൽ ആ ശബ്ദത്തെ ഒന്ന് ശ്രവിക്കുക. കേൾക്കുന്നത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതായിരിക്കും. ആദ്യം നിങ്ങളൊരു വേർഡ് സെലക്ട് ചെയ്യും, എന്നിട്ട് കേൾക്ക്. അതല്ലേ കേട്ടത്. ഇനി രണ്ടാമതൊന്ന് സെലക്ട് ചെയ്യും ഇഷ്ടമുള്ളത്, എന്നിട്ട് ഇതാ ഞാൻ കേൾക്കാൻ പോകണം എന്നുള്ള മട്ടിൽ കേൾക്ക്. അതല്ലേ കേട്ടത്. പിന്നെ വേറൊന്ന് സെലക്ട് ചെയ്യും, അതാണ് കേൾക്കാൻ പോകുന്നുള്ള അതേ ഫീലിങ്ങോട് കൂടി ശ്രദ്ധിക്കൂ. അതല്ലേ. പിന്നെ വേറൊന്നും കൂടെ സെലക്ട് ചെയ്യും. അങ്ങനെ 4 ഒരേ വാക്കാണ് കേൾക്കുന്നത്, എന്നിട്ടാണ് ഞാൻ കേൾക്കാൻ പോകണമെന്നുള്ള രീതിയിൽ കേൾക്കുക. അതല്ലേ കേട്ടത്. അപ്പോൾ മനസ്സിലായില്ലേ? പല ആളുകളോടും നമ്മൾ പറയാറില്ലേ, ഇവനോട് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവണില്ല, അവനെന്താ മനസ്സിലാവത്തെ. ഇനി എങ്ങനെ ഇവരെ മനസ്സിലാക്കിപ്പിക്കും എന്നുള്ളതല്ലേ, അതിനാണ് സൈക്കോളജി നമ്പർ 2. അതായത് നമ്മൾ ആദ്യം ഒരു കണക്ഷൻ ഉണ്ടാക്കണം. അവരായിട്ട് നേരെ കയറി അങ്ങ് ഉപദേശിക്കാൻ നിൽക്കരുത്. ആദ്യം നമ്മൾ അവരായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചിട്ട് പിന്നെ അവരുടെ വിശ്വാസം കയ്യിലെടുക്കണം. അവർക്ക് തോന്നണം ഇയാൾ പറഞ്ഞത് നമ്മളെടുത്താൽ അയാൾക്ക് കുഴപ്പമില്ല എന്നൊക്കെ തോന്നണം. അങ്ങനെ വിശ്വാസം കയ്യിലെടുത്താൽ പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് അവരോട് പറയാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് തന്നെ അവർ കേൾക്കും. അത് കണക്ട്, ഇൻഫ്ലുവൻസ്, സ്വാധീനിക്കുക, ആൻഡ് പെർസ്വേഡ്, എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തേക്ക് നയിക്കുക. ഈ 3 സ്റ്റെപ്സിലൂടെ പോയാൽ മാത്രമേ ഒരാളുടെ ചെവിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം കേൾപ്പിക്കാൻ കഴിയൂ.